അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ഇത് എന്താണിപ്പോൾ കുത്തിയിരുന്ന് എഴുതുന്നതെന്നായിരിക്കും അല്ലേ. സൺഡേ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതൽ പതിവാണല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഈ സൺഡേയിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടോ. രാവിലെ എണിച്ചതും ഇക്ക പാല് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് മൊത്തം സൺഡേ വ്ളോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലെ ഞാൻ 2 ദിവസത്തെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, എന്നാലും കണ്ട ആൾക്കാർക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ഇക്ക പാല് മേടിക്കാൻ പോയത് ഞാൻ വേഗം വന്നിട്ട് എന്താ പറയുക വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മട്ടന് എടുത്ത് ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് അത് ചുഴറ്റിയെടുത്തു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്. ഇപ്പോൾ എനിക്കത് ഓക്കെയാണ്. പക്ഷേ ആ ഡ്രസ്സിൽ ഞാൻ ഇച്ചിരി തടിച്ച പോലെ ഉണ്ട്, കാരണം അതിൻ്റെ കട്ടിങ്ങൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ അതിന് ഭ്രാന്തൻ പുള്ളിയാണ് എന്നാണ് കേട്ടോ ഞാൻ പറയാറ്. കുഞ്ഞു പുള്ളിയല്ലേ, നമ്മളെപ്പോലെ കുറച്ച് തടിയുള്ള ആൾക്കാർ കുഞ്ഞു പുള്ളിയുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ലിമ്മായിട്ട് തോന്നും. അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് ലൈനുള്ള ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷേ ഞാനിത് ഒന്നും ശ്രദ്ധിക്കാണ്ട് എടുത്തൊരു ഡ്രസ്സാണ്, ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയെങ്കിലും ഇട്ട് മുതലാക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് ഞാൻ ഇട്ടപ്പോൾ എനിക്കത് ഭയങ്കര അൺകംഫർട്ടായിരുന്നു. ഇപ്പോൾ എനിക്കത് ഓക്കെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇടാൻ തുടങ്ങിയത്. അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പഴയ പോലെ സ്ട്രിക്റ്റായിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് എൻ്റെ ചീറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കഴിക്കണിട്ട് ആരും എന്നെ ഒന്നും പറയരുത് പ്ലീസ്, ഓക്കെ. അയ്യോ ജിനിത്ത ഡയറ്റ് മുടക്കി എന്നൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇഡ്ഡലി മാവ് റെഡിയാക്കി വെച്ചതാണ്. ഞാൻ ഇത് പുട്ടുപൊടി വെച്ചിട്ട് റെഡിയാക്കിയതാണ്. 1 കപ്പ് നമ്മുടെ ഉഴുന്നെടുക്കുകയാണെങ്കിൽ 2 കപ്പ്, 1/2 കിലോ പുട്ടുപൊടി അതിൽക്കിടാൻ പറ്റും കേട്ടോ. 2 കപ്പ്. ഇനിയിപ്പോൾ 2 കപ്പിൽ ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ച ഇഡലി ഇതാണ്. അതാകുമ്പോൾ എനിക്കൊരു 4 ദിവസത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 കപ്പ് ഉഴുന്നും പിന്നെ 4 കപ്പ് നമ്മുടെ ഇതും ഏകദേശം 1.5 കിലോ ആണ് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. 4 ദിവസത്തിന് ഉണ്ടാവും ചെയ്തിരുന്നു. അതുമാത്രമല്ല ലാസ്റ്റ് മാവ് വരെ നല്ല ഇതായിരുന്നു കേട്ടോ. അതായത് നല്ലപോലെ അതല്ല ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞ അപ്പം ഈ ഒരു പെട്ടി പൊട്ടിക്കൽ കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കുറച്ച് കാലങ്ങളായിട്ട്. കാരണം ഇക്ക മെഡ്രാസിലായിരിക്കണം, ചെന്നൈയിലായിരിക്കണ സമയത്ത് ഇക്ക അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് അങ്ങനെ തന്നെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇപ്രാവശ്യം സേലത്താണ് പോയത്. അത് കാരണം തിരിച്ചു കൊണ്ടുവന്നു. അവിടെ വാഷിങ്ങിനും ഇതിനൊന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരാഴ്ചയിൽ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ വാഷിങ്ങിന് കൊണ്ടുപോയിട്ടിട്ട് വേഗം പോയിട്ട് അടിച്ചു വാരൽ കാര്യങ്ങൾ തീർത്തെടുത്തു. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിൽ നിന്നിട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ എല്ലാവരും സിറ്റൗട്ടിലിരിക്കുന്ന സമയത്ത് ഉള്ളിൽ പെട്ടെന്ന് അടിച്ചു വരാനും പറ്റും. മറ്റേത് നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങനെയൊക്കെ പറയേണ്ടി വരില്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു പരിപാടി അങ്ങനെ അവർ പോയത് മട്ടൻ മേടിക്കാനായിരുന്നു കേട്ടോ. ഞാൻ മട്ടൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ റാവുത്തർ സ്റ്റൈൽ തന്നെ, കാരണം ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. പിന്നെ ഞാൻ മെനക്കെട്ട് മറ്റേത് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് എപ്പോഴും ജിനിത്ത് ഈ ബിരിയാണി മാത്രമേ വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഫേവറേറ്റ് സാധനങ്ങൾ അല്ലേ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ മറ്റേതൊക്കെ ഉണ്ടാക്കുക എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ചായിട്ടൊക്കെ ഉണ്ടാക്കുക. ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റാവുത്തർ സ്റ്റൈൽ
കല്ലിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വാഷ്, ഫസ്റ്റത്തെ വാഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് വാഷിങ്ങിന് ഇട്ടു. ഇനി നമുക്ക് നമ്മുടേതായ പരിപാടിയിലോട്ട് കിടക്കാം. പിന്നെ മാഷാഅല്ലാ, ഈ ഒരു സ്നേഹം കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ജിനി സൂപ്പറാണല്ലോ, കുക്കിംഗ്, വീട് ക്ലീനിങ് എല്ലാം കാണാൻ രസമുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറമേ ഒക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ, പുല്ലും ഒക്കെ വളർന്നിട്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നത് നമ്മുടെ സ്വന്തം പാൽപ്പാടയാണ് കേട്ടോ. അതായത് പാല് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ലേ, അതിനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. അത് വെച്ചിട്ടാണ് ഞാൻ നെയ്യും ബട്ടറും ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പാല് മേടിക്കാറുമുണ്ട്. പിന്നെ സൊസൈറ്റിയിൽ നിന്ന് നല്ല കട്ടിയുള്ള പാലല്ലേ കിട്ടുക. അപ്പോൾ രാവിലെ തിളപ്പിച്ചിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴേക്കും അതിൻ്റെ പാൽപ്പാട മേലെ വന്ന് നിന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഓരോ ദിവസം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ, ഫ്രീസറിലല്ല. അപ്പോൾ അതൊരു ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് എടുത്തിട്ട് തലേ ദിവസം തൈര് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് പുറത്ത് വയ്ക്കുക, ഒരു ഓവർനൈറ്റ് ഫുള്ള്. അതിന് ശേഷം എന്തൊക്കെയോ മേലക്കൂടായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ കയ്യൊക്കെ കാണിക്കണം. അതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. മിക്സിയുടെ പകുതി വരെ ഈ ക്രീം ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിക്കുക, എന്നിട്ട് അടിച്ചെടുക്കുമ്പോൾ എപ്പോഴും മിക്സി നല്ല മുറുകെ പിടിച്ചോ ഇല്ലെങ്കിൽ മാറും. അപ്പോൾ ഈ മിക്സിയുടെ ജാറിൻ്റെ അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് വേർതിരിഞ്ഞ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ സൗണ്ട് ഇതിൽ കാണിക്കണോ എന്ന് ഞാൻ നോക്കട്ടെ. കണ്ടില്ലേ, വേർതിരിഞ്ഞ് വരുന്നത് കണ്ടില്ലേ. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ വെണ്ണ ഇങ്ങനെ മുകളിലോട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇത് കറക്റ്റായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കംപ്ലീറ്റ് നമ്മുടെ ഇതിലിട്ടത്. പലരും ചോദിക്കാറുണ്ട് എന്നോട് ഇപ്പോഴും കേട്ടോ, എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ നെയ്യെടുക്കുമ്പോൾ അതിൽ കാണിക്കാറുണ്ട്. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. എടുത്ത വെണ്ണ മൊത്തം ഞാൻ അതിൽ നിന്ന് തന്നെ ഇച്ചിരി മാറ്റി വെക്കും. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വെണ്ണയായിട്ട് നമുക്ക് ബട്ടർ ചിക്കനോ ബട്ടർ മഷ്റൂമോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് 3-4 വെള്ളത്തിൽ കഴുകിയെടുത്ത വെണ്ണയാണ്. അത് ഞാൻ ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാം. ബാക്കിയുള്ളത് മെൽട്ടാക്കിയിട്ട് നെയ്യാക്കും. അത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് തൽക്കാലം വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അടച്ചിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഉരുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇത്. അപ്പോഴത്തേക്കും പുറത്തുനിന്ന് കടയിൽ നിന്ന് അയൻകുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അരിയും അതുപോലെ തൈര്, പിന്നെ ശർക്കര, മിൽക്ക് മെയ്ഡ്, അതുപോലെ ഉള്ളി, തക്കാളി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. അപ്പോൾ ശർക്കര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പായസം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചക്ക നമ്മൾ നല്ല ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ നമ്മൾ പായസത്തിലോട്ട് പിന്നീട് വരാം. ഇവിടെ നെയ്യ് ആയി വന്ന് ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് കരിച്ച് മുരിച്ചെടുക്കാൻ നിൽക്കണ്ട, കളറങ്ങ് മാറിപ്പോവും. അപ്പോൾ ഞാൻ തൽക്കാലം ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ്. എങ്ങനെ ഉണ്ട് എന്ന് നോക്കുക. നമ്മുടെ നെയ്യ് എന്തൊരു മഞ്ചാലേ കാണാൻ, ഫ്രഷ് നെയ്യാണ്. പിന്നെ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്യെടുത്ത സ്ഥിതിക്ക് ഇന്നെല്ലാം നെയ്യിലാക്കാമെന്ന് വിചാരിച്ചു. ഒരു വലിയ സ്പൂൺ നെയ്യെടുത്തു. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ബദാമും ക്യാഷും പൊടിച്ചതാണ്, അതും ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. പിന്നെ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലെക്സും ഒറിഗാനോയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കസൂരി മേത്തി, മല്ലിയില കൊത്തി അരിഞ്ഞതൊക്കെ ചേർത്തി നമ്മളിത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ചിക്കൻ്റെ ലെഗ് ഇട്ട് കൊടുക്കുക. ഇവിടെ ലെഗ് ഉണ്ടായിരുന്നു, അല്ലാത്ത പീസസും ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഉണ്ടെങ്കിൽ. അപ്പോൾ സംഗതിയൊക്കെ സെറ്റാക്കി ഞാൻ ഇതിലോട്ട് ചിക്കൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എയർ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം, അല്ല ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ആക്കിയ പോലെ ഹണി ചില്ലി പോലെ ആക്കിയിട്ടും എടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് ഞാൻ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്കിത് നന്നായിട്ട് മസാല പിടിച്ച ശേഷം മാത്രം നോക്കാം അല്ലേ. പിന്നെ എന്താണ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞത്,
പിന്നെ ചായ ഫാനാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജിനി നല്ലോണം മെലിഞ്ഞ് എനിക്ക് നന്നായി അറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് കുറേ സമയം കഴിഞ്ഞിട്ടാട്ടോ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യണത്. ഞാനിവിടെ കുറച്ച് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ചെയ്ത ശേഷം നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇതും കൂടെ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഗ്യാസ് 1 മന്ത് നിൽക്കുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ് മുത്തേ, 1 മന്തൊക്കെ തന്നെ നിൽക്കുള്ളൂ. പക്ഷേ ഗ്യാസ് കിട്ടൂല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാനേജ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ആക്കി ബാക്കിയുള്ള മസാല അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇച്ചിരി സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് ഹണിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊരിച്ച് വെച്ച എല്ലാ ചിക്കനും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ഓയിൽ ഞാൻ ഇതിന്ന് കംപ്ലീറ്റ് മാറ്റും. ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ചിക്കനിലോട്ട് പിടിച്ച ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ നമുക്ക് ചിക്കനിൽ കിട്ടും, ഓയിൽ താഴോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ഓയിൽ മാറ്റിയെടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും ഓയിൽ കഴിച്ചോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ മാറ്റിയെടുത്ത ചിക്കനാണ് ഈ ഇരിക്കുന്നത്, നല്ല ഗ്ലേസിങ്ങോടെ അല്ലേ. ഇച്ചിരി ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റാണ് കേട്ടോ. പിന്നെ മധുരമുള്ള കറികൾ ഉമ്മാക്കും ഉപ്പാക്കും അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർക്കത് വലിയ താല്പര്യം ആയില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. പിന്നെ ഞാൻ സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ മാക്സിയുടെ അടിയിൽ പാൻറ്റുണ്ട്. പാൻറ്റുണ്ട് കേട്ടോ. അതെന്താ അങ്ങനെ പറയണേ? പാൻറ്റ് ഇടാറുണ്ട് കേട്ടോ ഞാൻ. അത് എപ്പോഴും എനിക്ക് വരുന്നൊരു കമൻറ്റാണ്. ഞാൻ ഇനി ശ്രദ്ധിക്കാം കേട്ടോ. വെയിലത്തൊക്കെ പോകുമ്പോൾ നിഴലടിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, സമയം 6:15 എൻ്റെ മോന് പുറത്ത് പോയിട്ട് ഇനിയും വന്നിട്ടില്ല. എൻ്റെ ജിമ്മ് മുടങ്ങുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെറിയ ആളെ കൂട്ടിയിട്ട് പോകേണ്ടി വരും ഇന്ന്. അപ്പോൾ ഞാൻ ഇവിടെ സാലഡ് ഉണ്ടാക്കുകയാണ്. എല്ലാം കട്ട് ചെയ്തു. വലിയുള്ളിയും തക്കാളി, പച്ചമുളക്, അതുപോലെ വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ഉപ്പും ആഡ് ചെയ്ത് തൈരും ആഡ് ചെയ്ത് കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. തൈര് ഡെയിലി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലൊരു സംഭവം വേറെയില്ല. നമ്മുടെ വയറിന്, സ്റ്റൊമക്കിനുള്ള എന്ത് പ്രശ്നവും ഈ തൈര് സോൾവ് ആക്കും കേട്ടോ. അത്രയും അടിപൊളി സംഭവമാണ്. ഞാൻ പണ്ടൊന്നും കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് തൈരിൻ്റെ ടേസ്റ്റ് തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ തൈര് കഴിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്ന ശേഷമാണ്. അതും നമ്മൾ അച്ചാറൊക്കെ മിക്സ് ചെയ്തിട്ട്, ഉപ്പ്, അച്ചാർ, മുളക് ഇങ്ങനത്തെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൂ തൈര് കഴിക്കാൻ വയ്ക്കണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് ഉപ്പെങ്കിലും ഇടണം. ഇവിടെ ഉമ്മയും ഇക്കയൊക്കെ ഉണ്ടല്ലോ, ഉപ്പൊന്നും വേണ്ട അവർക്ക് അല്ലാണ്ട് തന്നെ തൈര് കഴിക്കും കേട്ടോ. എനിക്കങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ കുട്ടികളെ തൈര് കഴിക്കാത്തത് ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഉമ്മ ഓൾറെഡി നന്നായിട്ട് കഴിക്കും, ഉപ്പയും ആവശ്യത്തിന് കഴിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇഡലി ഒഴിച്ച് വെക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും റെഡി. ഞായറാഴ്ചകളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തീരട്ടെ എന്നിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം എന്നുള്ള ഒരു തീരുമാനം ഞാൻ ഒഴിവാക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഞായറാഴ്ച. കാരണം നടക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേന് 10 മണിയൊക്കെ ആവും. എല്ലാവരും കുളിച്ച് നനച്ചൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേന് അത്രയാവും. അതും കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് ഫുഡ് ഉണ്ടാക്കൽ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലേറ്റും ചമ്മന്തിയും എല്ലാം കൊണ്ടുവച്ചു. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊരു മൊഞ്ച് കിട്ടിയില്ല കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് ഇഡ്ഡലി കഴിച്ചൊരു ദിവസം കൂടിയായിരുന്നു കുറേ നാൾക്ക് ശേഷം. അപ്പോൾ ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ബിരിയാണിക്കും ഇതിനൊക്കെ ആവശ്യമുള്ള എന്താ പറയുക ഉള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഉമ്മ നന്നാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ നന്നാക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും വന്നപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. പിന്നെ എന്നോട് കുക്കറിൽ വഴറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുക. കുക്കറിൻ്റെ ഇതിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് അത്ര. കുക്കറിലെല്ലാം വഴറ്റിയിട്ട് ചേർത്തിട്ട് വേവിക്കാൻ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത്ര കുക്കർ. അതെനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിലോ ഒന്ന് കമൻറ്റ് വഴി പറയുക. ആരെങ്കിലും ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും പറയുക. എന്തായാലും ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുന്നു. അയൻകുട്ടി കഴിക്കാൻ വന്നിട്ടില്ല, ഇക്ക കഴിക്കാൻ വന്നിട്ടില്ല. ഇക്ക ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ വന്നിരുന്നു. പിന്നെ ജിനി ആദ്യം എപ്പോഴും വീഡിയോ കണ്ടിരുന്നു. ഇപ്പോൾ ഇക്ക നാട്ടിൽ വന്നു, ടൈമില്ല. ഓക്കെ,
അപ്പോൾ എന്തായാലും ടൈം ഉണ്ടാകുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇക്കൊക്കെ പോയിട്ട് ടൈമൊക്കെ കിട്ടൂലേ, അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉമ്മ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഞാനുണ്ടല്ലോ ഇപ്പം എന്താ പറയുക, ഒരു ഫിലിമൊക്കെ വയ്ക്കും നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോഴേ. വേഗം എന്തെങ്കിലും പഴയ സിനിമ ഉണ്ടാവില്ലേ, അതെന്തെങ്കിലുമൊക്കെ വെക്കും കേട്ടോ. ഈ അടുത്ത് ഞാനിപ്പോൾ കണ്ടത് എന്താണ്, കുടുംബ പുരാണം പറഞ്ഞിട്ട് തിലകൻ്റെയൊക്കെ ആ ഒരു ഫിലിം കണ്ടു. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ മാധവൻ്റെ ഒരു ഫിലിം കണ്ടു, ഒരു ഗുസ്തിയുടെ. അത് ഞാൻ നേരത്തെ കണ്ട ഫിലിമാണ്, പക്ഷെ ഒന്നുകൂടി കണ്ടു. അങ്ങനെ ഫിലിം വെച്ചിട്ടൊക്കെയാണ് ഇപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കേട്ടോ. ചിലപ്പോൾ ഒരു ഫിലിം മൊത്തം തീരും. അപ്പോൾ ഞാൻ ഒരു ഫിലിമിൻ്റെ സമയം അതിൽ കൂടുതലൊക്കെ ഞാൻ കിച്ചണിൽ സ്പെൻഡ് ചെയ്യണ്ടല്ലോ പടച്ചോനെ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ പാത്രമൊക്കെ കഴുകി തന്നിട്ട് കുറച്ച് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രം കഴുകിയെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക, ഇതും ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉള്ളിയൊക്കെ കഴുകിയെടുത്തതിന് ഇതുപോലെ അതിൻ്റെ ആ നെട്ടി ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്കിത് ഇതാക്കിയെടുക്കണം. മട്ടൻ കഴുകിയെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ കുക്കർ ഞാൻ ഈസി കുക്കിൽ വെക്കും. പെട്ടെന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ മട്ടന് വേവ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ വായടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവനോട്, ചിലപ്പോൾ പഠിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം വിചാരിക്കുന്നുണ്ടാവും ഈ തള്ളാന്നൊന്നും പറയില്ല കേട്ടോ, ഈ ഉമ്മ തീരെ സൗകര്യം തരില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ മിക്സി ഇങ്ങോട്ട് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്, സ്ലൈസ് ആക്കി എടുക്കുകയാണ്. ഇത് പണ്ട് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും. ഇത് പലവിടെയും അവൈലബിൾ ആണ്. പ്രീതിയുടെ ഇതിലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്, ഇതിന് മുമ്പും ഉണ്ടാവുമായിരിക്കും. നമുക്ക് എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ തക്കാളി 2 കിലോ നമ്മുടെ ബിരിയാണി റൈസ് ഞാൻ വെള്ളത്തിലിടാൻ പോവാണ് കേട്ടോ. അളന്നെടുത്തിട്ട് പിന്നെ നമ്മുടെ നെയ്യും എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഉള്ളി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുകിലത്തെ ആ സാധനം അങ്ങോട്ട് മാറ്റണം കേട്ടോ. കംപ്ലീറ്റ് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ട് വേണം ഒന്ന് വഴറ്റിയിട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വഴണ്ട് വരും. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും പച്ചമുളക് ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഒന്നുകൂടി കളറൊക്കെ മാറിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തക്കാളി, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ കൊത്തിയരിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, നമ്മുടെ ബിരിയാണിക്ക് അങ്ങനത്തെ ഒരു കളറ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അളവുകളൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല, കുറേ കാണിച്ച് ബിരിയാണിയല്ലേ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് വെച്ച് തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വയ്ക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം മാത്രം നമുക്ക് മട്ടൻ ചേർത്തി കൊടുത്താൽ മതി. മട്ടൻ ഞാൻ വെള്ളത്തോടെ ചേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറക്റ്റ് അളവ് കിട്ടാത്തവരുണ്ടെങ്കിൽ വെള്ളം മാറ്റിയിട്ട് മട്ടൻ മാത്രം ചേർത്തി കൊടുക്കുക. പിന്നെ നമ്മൾ തക്കാളിയും അതുപോലെ തൈരും നാരങ്ങയും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിയിലയും ഇതെല്ലാം കൂടെ ചേർത്തിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഇച്ചിരി ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിക്കോളൂ, ചെക്ക് ചെയ്തോളൂ. തിളച്ച ശേഷം നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ ജീരകശാല റൈസാണ് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതിയൊക്കെ ആയിട്ടോ യൂസ് ചെയ്തിരുന്നത്, അത് വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഇതിലോട്ട് തന്നെ മാറിയപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റ് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലത്തെ റൈസായിരുന്നു, അത് മാറ്റിയിട്ട് ബസ്മതി റൈസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മാറ്റിയിട്ട് വീണ്ടും പഴയ ആ ഒരു ടേസ്റ്റിലോട്ട് തന്നെ പോകാൻ തുടങ്ങി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടച്ച് വയ്ക്കുന്നു, തുറക്കുന്നു, ഇളക്കുന്നു, വീണ്ടും അടച്ച് വയ്ക്കുന്നു. ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്തു ഇത് വേവുന്നത് വരെ. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ലാസ്റ്റ് ആയിട്ട് ഇച്ചിരി നെയ്യും അതുപോലെ മല്ലിയില ഇതൊക്കെ കൊത്തിയരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ദമ്മിൽ വെക്കാൻ പോവാം. ഞാൻ ദമ്മിൽ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്കല്ല് ചൂടാക്കി അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വയ്ക്കും. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ദമ്മ് പരിപാടി. ചില സമയത്ത് നമുക്ക് ദമ്മിൽ വെക്കേണ്ട ഒരു ആവശ്യം വരാറില്ല.
പിന്നെ തീക്കട്ടയൊക്കെ വെച്ചിട്ട് ദമ്മിൽ വെക്കുക, അത് അടുപ്പിൽ വെക്കണവർ മാത്രം കേട്ടോ, അല്ലാത്തവർ വെക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ബിരിയാണി സെറ്റാക്കി അങ്ങോട്ടങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകട്ടോ. അത് നല്ല ചക്ക പായസം. ഞാനിവിടെ ശർക്കര ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഏകദേശം 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചക്ക ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഈ ഫ്രീസറിൽ വെച്ച ചക്ക തണുപ്പൊക്കെ പോയ ശേഷം മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. നല്ല പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ല കുറച്ച് കടിക്കാൻ രീതിയിൽ അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ അരച്ച ചക്കനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത ശേഷം നമുക്കിതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തോ, നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്കിതിലോട്ട് എന്താ പറയുക, 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ എപ്പോഴും എൻ്റെ ഇതിൽ ചേർത്താറുണ്ട്, വേണമെന്നുള്ളവർക്ക് ചേർത്തി കൊടുക്കുക. അങ്ങനെ പണ്ട് നമുക്ക് ധാരാളം ചക്ക കിട്ടിയിരുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ ധാരാളം ചക്ക കിട്ടാറില്ല. പിന്നെ ഞാൻ വഴറ്റി വെക്കാത്തതിൻ്റെ മെയിൻ റീസൺ നമുക്ക് ഗ്യാസ് അങ്ങനെ ഇല്ലല്ലോ ഇപ്പോൾ. എന്താ പറയുക, ഗ്യാസ് ഇല്ലാണ്ട് ഞാൻ വഴറ്റാൻ നിന്നാലേ ഞാൻ മന്ദബുദ്ധി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പായസമൊക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വഴറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു, തേങ്ങാക്കൊത്തൊക്കെ. അങ്ങനെ പായസം സെറ്റായിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം കഴിക്കാൻ. ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു മലായി ചിക്കനും കൂടി ഉണ്ടാക്കിയിട്ടോ. ഇത്രയും ഈസിയിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ആഡ് ചെയ്ത് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ കണ്ട ഐറ്റംസൊക്കെ അങ്ങോട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇന്നിപ്പോൾ മൊത്തം നെയ്യിൽ തന്നെയല്ലേ. അങ്ങനെ ഇതൊന്ന് വേവട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ട് ഇച്ചിരി വലിയുള്ളി, മല്ലിയില, പച്ചമുളക്, തക്കാളിയൊക്കെ ഒന്ന് കുനുകുന അരിഞ്ഞത് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഒന്ന് ചിക്കൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പൊടിച്ച ഐറ്റംസുകളൊക്കെ ഇതിലോട്ട് കംപ്ലീറ്റ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത ശേഷം. അപ്പോൾ പൊടിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ കുരുമുളക്, ജീരകം, പിന്നെ നമ്മുടെ കാഷ്യൂ ബദാം കേട്ടോ, ഇതെല്ലാം കൂടെ. പിന്നെ ഫുൾ മല്ലി പൊടിച്ചതാണ്. പിന്നെ മലായി ചിക്കനിലോട്ട് എന്തായാലും ഫ്രഷ് ക്രീം അത്യാവശ്യമാണെന്ന് അറിയാമല്ലോ. അങ്ങനെ അതും ആഡ് ചെയ്ത് ഇച്ചിരി കസൂരി മേത്തിയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് ഗരം മസാല വേണ്ട, നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സംഗതി ഇതും സെറ്റായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മലായി ചിക്കൻ എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ അതാ പിള്ളേരെല്ലാം മൊത്തം ഫുട്ബോൾ തന്നെയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വേഗം കിച്ചണിലോട്ട് പോയി നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയെടുത്തു. ഞാൻ കുളി കഴിഞ്ഞ ഉടനെ ഫേസിൽ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ വാസ്ലൈനിൻ്റെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. നമ്മുടെ മുഖത്ത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ സൺസ്ക്രീന് എല്ലാവരെയും അപ്ലൈ ചെയ്യാൻ ഒരിക്കലും പറയില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വേഗം എല്ലാം വിളമ്പി കൊണ്ടുവയ്ക്കുകയാണ്. ഇനി എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം. കുറേ നാളായിട്ടോ നമ്മളെല്ലാവരും കൂടെ ഇതുപോലെ ബിരിയാണിയൊക്കെ വെച്ച് ഒന്നിച്ചിരുന്ന് കഴിച്ചു അല്ലേ. അപ്പോൾ ഞാൻ ഒരുപാട് പാത്രം കഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു ഐഡിയാസൊക്കെ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഞാനിതാ ചിക്കന് ഫ്രൈ പിന്നെ ഞാൻ ആ ചട്ടിയോടെ കൊണ്ടുവന്നിട്ട് പ്ലേറ്റിൽ എല്ലാവർക്കുള്ള വിളമ്പി. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒരു പാത്രം സേവ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മലായി ചിക്കനും ചെയ്തു. ബിരിയാണി മാത്രം എല്ലാവരും അങ്ങോട്ട് വിളമ്പി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സാലഡും ഞാൻ കൊണ്ടുവന്ന് വെച്ചു. കാരണം സാലഡൊക്കെ എല്ലാവരും എടുക്കുന്ന ആ ഒരു ഇതിൽ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ പൊതുവേ ലെഗ് പീസ് അത്ര വലിയ ഇഷ്ടമില്ലാത്ത എനിക്ക് കുഞ്ഞു പീസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതും എൻ്റെ പ്ലേറ്റിലോട്ട് വെച്ചു. പണ്ട് ചിക്കൻ കഴിക്കാൻ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ ഞാൻ മാക്സിമം ചിക്കൻ കഴിക്കാൻ നോക്കും. കാരണം എനിക്ക് അത്രയും പ്രോട്ടീൻ വേണം എന്നുള്ളൊരു തോട്ട്സ് വരാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഇത് മേടിച്ചാൽ ചിക്കൻ അൽഫാമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ പീസ് നോക്കിയെടുക്കും കേട്ടോ. പണ്ട് അങ്ങനെയല്ല,
ഏറ്റവും വലിയ പീസ് പിള്ളേർക്കൊക്കെ കൊടുക്കും. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഞാൻ എൻ്റെ പ്ലേറ്റിൽ വെക്കും. അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ എനിക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഞാൻ കഴിച്ചാലും ചോദിക്കട്ടെ. ഞാൻ പൊതുവേ ഈ ചിക്കൻ എനിക്ക് കഴിക്കണം, അത് എൻ്റെ വർക്കൗട്ടിനും ഇതിനൊക്കെ നല്ലതല്ലേ എന്നുള്ളൊരു തോട്ട്സിലാണ്, അല്ലാണ്ട് ഇങ്ങനെ ആക്രാന്തം എന്നുള്ള ഒരു ഇതൊന്നും അല്ല. ബിരിയാണിന്റെ മണക്കുന്ന വരാത്ത ക്ഷമയില്ല. എങ്ങനെയുണ്ടോ ഞാൻ വീട് മുഴുവനും മണക്കാം. അതുകൊണ്ട് ഞാൻ ചോദിച്ച परंतु मेरा नाम है, वैसे ही मेरा पूरा नाम है परमजीत सिंह, ठीक है। और जो क्या बोला था, एडी नहीं, वो है एडी, वो मेरी दोस्त। एडी का भी फर्स्ट भी जाएगा, थोड़ा सा हमारा हेल्प कर देंगे कि यहाँ पे क्या क्या मतलब आइटम्स ऑर्डर करना चाहिए। आलू कुलचा चलते हैं, अमृतसरी आलू कुलचा करते हैं, दाल मखनी खाओगे, दाल मखनी कर दो आप, लच्छा पराठा कर दो आप, और एक पीने के लिए कुछ होगा, लस्सी ले आओ। यहाँ पर आ गया है परावा द ढाबा का, ये है आलू कुलचे। अरे पंजाबी मेरे अच्छा कोई नहीं बोल सकता, मेरे को जब तक पता है। मैं फिर से बताऊँ, ये है आलू वाला अमृतसरी, लच्छा पराठा, दाल मखनी और लस्सी। भाई एक बात बोलने को बरम भाई दाल। അപ്പോൾ ബിരിയാണിയുടെ മണം എവിടെ പോയി എന്നുള്ള ചർച്ചയിലായിരുന്നു കേട്ടോ നമ്മൾ. ഞാൻ ബിരിയാണി വെച്ചപ്പോൾ മണം വന്നില്ല എന്നുള്ള ഒരു ഇതായിരുന്നു ഇന്നത്തെ ഒരു ടോക്ക്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു മണത്തിനെ എനിക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല, മണത്തിൻ്റെ വഴിയിൽ പോയിട്ടുണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇങ്ങനെ ഒരു മിനിറ്റ്സ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, പായസം കുടിക്കണ്ടേ? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പായസം ഇല്ലേ, അങ്ങനെ ടി വി കാണലും വർത്താനം പറയലൊക്കെ നടത്തി നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം കുടിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. നല്ല തിക്കായിട്ട് അടിപൊളിയായിട്ട് ക്രീമി ടെക്സ്ചറിൽ തന്നെ നമ്മുടെ പായസം വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോന്ന് ഗ്ലാസ്സിൽ ഇങ്ങനെ വിളമ്പി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ സ്പൂണൊക്കെ വെച്ച് ഇനി എല്ലാവരും കൂടെ പായസം കുടിച്ച് പിന്നെന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോയി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. പക്ഷെ നമ്മൾ അവസാനിച്ചിട്ടില്ല. ഈവനിങ് ആയപ്പോഴത്തേക്കും എന്തായി, നമുക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന സ്വീറ്റാണ് ഇത്. ഭയങ്കര ടേസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്താ പറയുക, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണം, കഴിക്കണോ വേണ്ടിയോ എന്ന്. പക്ഷേ ചീറ്റ് ഡേ അല്ലേ ഇന്ന് എന്തായാലും, അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവർക്കൊരു സന്തോഷമാവട്ടെ. അതും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദൃശ്യം 3 മൂവി കാണാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ വെച്ചതല്ലേ, അപ്പോൾ ഡിന്നറിന് അതെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഫുള്ള് ഇരുട്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മൂവി കാണാനിരിക്കുക. പലരും പറഞ്ഞു ദൃശ്യം 3 ഭയങ്കര മോശമാണ്, അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ദൃശ്യം 3. അങ്ങനെ പിറ്റേ ദിവസത്തെ ഉള്ള വ്ളോഗിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്. അങ്ങനെ ദൃശ്യം 3 ഒക്കെ കണ്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണിച്ച് പിന്നെയാണ് ഇക്ക പോയത്. ആ വ്ളോഗ് ഞാൻ നമ്മുടെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മറ്റേ മെസ്സിന്റെ ഒരു സ്ട്രൈക്കർ അവനെ റിട്ടറി എടുത്ത് എന്തിനറിയോ അവന്റെ ഫോളോ ചെയ്ത് ഒരു സ്പേസ് പേര് ഓടി വരും. അവൻ മറ്റേ അർജന്റീന പേരെന്താണെന്നറിയോ? അർജന്റീന പേരെന്താണെന്നറിയോ? അവന്റെ മെസ്സി മെസ്സി മെസ്സി. എന്നാലും നീ ഇന്ന് തോറ്റ ദിവസം തന്നെ ഇതിട്ടു.